ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് കല്ലുപ്പാറയിൽ നിന്ന് സജു മാത്യു ബ്രദറാണ്. സജു മാത്യു ബ്രദറിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അത്ഭുതം സംഭവിച്ചു. കഴിഞ്ഞ നാളിലെ പ്രയറിൽ കർത്താവ് അത്ഭുതമേറിയൊരു സൗഖ്യം തനിക്ക് കർത്താവ് കൊടുക്കുകയും അതേ തുടർന്ന് കർത്താവിനോടുള്ള നന്ദിയോടെ ഈ എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളുടെ മുകളിലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. എത്ര പേർ ഈ സമയത്ത് വിശ്വസിക്കും? ഈ മകന് വേണ്ടി ഈ മകൻ മുഖാന്തരമാണ് ഇന്ന് ഈ സത്യവചനവും സാക്ഷ്യങ്ങളും അനേക ലക്ഷങ്ങൾ കാണുന്നത് പല മീഡിയ മാർഗങ്ങളിലൂടെ. എങ്കിൽ വിശ്വസിക്കാം, നമുക്കൊരത്ഭുതം ഇപ്പോൾ പ്രതീക്ഷിക്കാം. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ വിശ്വസിക്കണം, അത്ഭുതമാണ് കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് പകരാൻ പോകുന്നത്. ഈ ബ്രദറിനെ സൗഖ്യമാക്കിയ ദൈവം ഇപ്പോൾ നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കണം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി, വൻ കാര്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ മകൻ്റെ ജോലിയിലും ഈ മകൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം കർത്താവേ ഇവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ എപ്പിസോഡിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ബ്രദറിനെ അങ്ങ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഇവർ വീണ്ടും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ ജോലിയിൽ മാനിക്കണം, സാമ്പത്തികമായി ഉയർത്തണം, എല്ലാ മേഖലയിലും കരുതണം. കർത്താവ് അത് ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, സൂപ്പർ നാച്ചുറൽ വേർഡ് എന്ന എപ്പിസോഡിലേക്ക്, ഒരു അത്ഭുതകരമായ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊള്ളാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ വലിയ പ്രാഗൽഭ്യത്തോടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കത്. കാരണം യേശു വിശ്വസ്തനാണെന്ന് പറയുവാനായിട്ട്. കാരണം കഴിഞ്ഞ 6 വർഷവും 3 മാസങ്ങളുമായി ദൈവം ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഇത് കഴിവോ സാമ്പത്തികത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല. അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് ഞാൻ ഈ എപ്പിസോഡുകളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്നും അത് മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ മാതാവ് ഈ എപ്പിസോഡുകൾ തുടങ്ങുവാനായിട്ട് വസ്തു പണയം വെച്ച് ആണ് എനിക്ക് വിശ്വാസത്തിൽ ഈ പൈസ തരുന്നത്. കർത്താവ് അന്ന് തുടങ്ങി ഇത്രത്തോളം വഴി നടത്തിയതുകൊണ്ട് ഞാൻ സാമ്പത്തികത്തിന് കൂടുതലില്ല എന്ന് പറയുവാനായിട്ടാണ്. ആ പവർഷൽ 5 വർഷത്തിന് മുമ്പേ ഒരു എപ്പിസോഡുമായി തുടങ്ങിയത് ഇന്ന് 6ഓളം TV ചാനലിലേക്ക് 6 വർഷം കഴിയുമ്പോൾ അതേപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എപ്പിസോഡുകൾ കടന്നു വരാൻ തുടങ്ങി. വലിയ സാക്ഷ്യങ്ങൾ കടന്നു വരാൻ തുടങ്ങി. കാരണം ഇതിൻ്റെ പിന്നിൽ ദൈവം വിശ്വസ്തനായി നിൽക്കുന്നതുകൊണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ ദൈവം വിചാരകനാക്കും എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ഇത്രയും വർഷം കണ്ടതല്ല. ഈ നാളുകളിൽ അതിനേക്കാൾ ദൈവത്തിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ്. എവിടെ ആ സാധ്യതകളുടെ മുമ്പിൽ ആ തലകുനിക്കുമെന്ന് തോന്നുന്നു, അവിടെ ആ മഹത്വം വെളിപ്പെടുന്നത്. ഇന്ന് ഈ എപ്പിസോഡ് ആദ്യമായി ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ പറയുക, ഹല്ലേലൂയ, ഞാനൊരു മതത്തിൻ്റെയോ സംഘടനയോ ആളല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ആയുസ് പോരാ. അതുകൊണ്ട് ഞാൻ കർത്താവിനെ എന്നാൽ ചെയ്യാവുന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുന്നു. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഫേവർ ഇത് കാണുന്ന ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തരും എൻ്റെ കൂടെ ചേർന്ന്. കാരണം സൂപ്പർ നാച്ചുറൽ വേർഡ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്നതിനോട് പറയുക, ഹല്ലേലൂയ, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാക്കും. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ ആ വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുക, ഹല്ലേലൂയ, ഈ വചനം നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ഈ സൂപ്പർ നാച്ചുറൽ വേർഡ് അല്ലെങ്കിൽ വചനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകത, നിങ്ങളേത് അനുഭവത്തിലാണെങ്കിലും ആ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കാരണം ഈ വചനത്തിൻ്റെ പ്രത്യേകതയിനകത്ത് ജീവൻ വെളിപ്പെട്ട് നിൽക്കുന്നതാണ്. എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ പ്രാരംഭത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 33-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ഈ വചനം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, യഹോവയുടെ വചനം, കർത്താവിൻ്റെ വചനം നേരുള്ളതാണ്. ഇത് നിങ്ങൾ അതേപോലെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാർഗ്ഗങ്ങൾ ഇപ്പോൾ തുറക്കും. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നിങ്ങളുടെ ജീവിതത്തിൽ വഴി എവിടെയെങ്കിലും അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും
എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനം നിങ്ങളുടെ പാതകളെ തുറക്കും, നിങ്ങളുടെ വഴികളെ ഓപ്പണാക്കും എന്നുള്ളത് സത്യമാണ് പ്രിയരെ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ എന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു വ്യക്തി, പലവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഞങ്ങൾ എങ്ങനെ ഇനി അടുത്തൊരു നിലയിലേക്ക് പോകുന്നത്? സത്യം നിങ്ങൾ അറിയും തോറും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനം എത്രത്തോളം വചനത്തിൻ്റെ ആ പ്രകാശനം 119 സങ്കീർത്തനം അതിൻ്റെ 130 വാക്യം പറയാം, നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. അപ്പം വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. വചനത്തിൻ്റെ വികാസനം, ഒരു വ്യക്തിയിൽ വചനം പ്രകാശിക്കാൻ തുടങ്ങിയാൽ അവൻ അല്പബുദ്ധികളിൽ നിന്ന് ബുദ്ധിമാനായിത്തീരും. കാരണം ഈ വചനത്തിനകത്ത് സദൃശവാക്യക്കാരൻ പറയുക, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഈ വചനം നിങ്ങളുടെ മേളിൽ നിറവിന്മേൽ നിറവായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ജ്ഞാനിയെപ്പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രകാശം നിങ്ങളുടെ മേളിൽ അസാധാരണമായ വഴികളെ തുറക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ദേശത്തിൽ നിങ്ങളുടെ പേർ വലുതായിത്തീരും. നിങ്ങളറിയാതെ നിങ്ങളുടെ നന്മകൾ തുറന്നു വരും. കാരണം ഇത് സത്യം അറിയും തോറും ഒരു വ്യക്തിയെ സ്വതന്ത്രനായിത്തീരുന്ന പോലെയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അല്ലെങ്കിൽ വചനത്തിൽ നിലനിൽക്കുന്നവൻ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങും. ആ സത്യം അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വെളിപ്പെടും. എന്നെ കേൾക്കുന്നവരെ, സത്യം ആർക്കും മറയ്ക്കാൻ കഴിയത്തില്ല. സത്യം വെളിപ്പെട്ടു വരും. എങ്കിൽ നമ്മുടെ ദൈവം സത്യത്തിൻ്റെ ദൈവമാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് വിളിക്കുകയാണ്. ഈ സാക്ഷ്യം എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1, ദൈവത്തിൻ്റെ നാമം ഉയരണം. 2, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കണം. ദൈവ മഹത്വം വെളിപ്പെട്ടാൽ നിങ്ങളും ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ നിങ്ങളും സൗഖ്യമാകാൻ പോവുകയാണ്. എങ്കിൽ സാക്ഷ്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. ജനുവരി മുതൽ 2017 സെപ്റ്റംബർ മാസം വരെ ഞാൻ തൈറോയിഡിൽ ചികിത്സിച്ച റിപ്പോർട്ടാണ്. കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയോടെ 3 മാസമായിട്ട് ഞാൻ തൈറോയിഡ് ഗുളിക കഴിക്കുന്നില്ല. ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തു നോക്കി, ഇപ്പോൾ തൈറോയിഡ് ഇല്ല. ഒരു മിനിറ്റ്, തൈറോയിഡുമായിട്ട് വിട്ടുപോയി. 69 ബോട്ടിൽ ഗുളിക കഴിച്ചിട്ടുണ്ട്. ഇത് എന്റെ 69ാമത്തെ കാലി ബോട്ടിലാണ്. നിങ്ങൾ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. എത്ര നാളായിട്ട് ഈ തൈറോയിഡ് ഉണ്ടായിരുന്നു? 5 വർഷവും 9 മാസവും. 5 വർഷവും 9 മാസവുമായി നിന്ന ഇത് 69ാമത്തെ ബോട്ടിലാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇപ്പൊ എന്തോ ടെസ്റ്റ് ചെയ്തപ്പോ വെളിപ്പെട്ടെ തൈറോയിഡ് നോർമലായി. ഇപ്പൊ തൈറോയിഡ് നോർമലായി. വിശ്വസിക്കുന്നവർ ഈ കയ്യടി പോരാ. 6 വർഷം നീണ്ടു നിന്ന രോഗശക്തി മാറിയ മാത്രമേ. കഴിഞ്ഞ 5-5.5 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന എന്റെ ഉദര സംബന്ധമായ അസുഖം, കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാനൊക്കില്ല. ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാ ഈ മകൻ പറയുന്നത് എന്തൊക്കെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു? പയറ്, കടല, മുട്ട, ഇറച്ചി ഒന്നും കഴിക്കാനൊക്കത്തില്ല. എണ്ണ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇപ്പം വെറും പുളിശ്ശേരിയും ചോറും മാത്രം. അതായത് എന്റെ ആഹാരം പുളിശ്ശേരിയും ചോറുമായിരുന്നു. പിന്നെ എന്നാൽ ഇപ്പോൾ എന്തോ സംഭവിച്ചേക്കുന്നത്? കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ ഇവിടെ വരുന്നത്. പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ എനിക്ക് ആ അസുഖം മാറുക മാത്രമല്ല, ഞാനിപ്പോ എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ വിധത്തിലെ ആഹാരവും കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ വയറ്റിന് അസ്വസ്ഥതകളില്ല. വിശ്വസിക്കുന്നവർ ആഹാരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ആരേനയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് മരിക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. കയറൊന്നും ആരും കാണാതെ എൻ്റെ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച് തലയിൽ കഴിച്ചപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം അടിച്ച് തലയിൽ ഒരു ഷോക്ക് ഇറങ്ങണ ഒരു അനുഭവം ഉണ്ടായി. കുറേ പ്രാവശ്യം പ്രകാശം മിന്നിക്കണ്ട്. അതിനുശേഷം ആഗ്രഹം മാറി ഞാൻ കാറിനെ എടുത്ത് കത്തിച്ച് കളഞ്ഞു. വിളിച്ച യേശുവിന് നന്ദി.
പറഞ്ഞു. എന്താ സിസ്റ്റർ സംഭവിച്ചത്? എൻ്റെ തൊണ്ടയിലൊരു മുഴ വന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു അത് എക്സ്റേ ഒക്കെ എടുത്തു. അതിനുശേഷം അത് FNSC ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ FNSC ചെയ്യണമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് അറിഞ്ഞുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആകെ തകർന്ന് ആദ്യമായിട്ട് പാസ്റ്ററുടെ പവർ വിഷൻ ചാനലിൽ ഞാൻ വെക്കുകയും അത് കാണുകയും ചെയ്തു. പക്ഷേ അന്നത്തെ മെസ്സേജ് ശരിക്കും എന്നോടുള്ള ദൂത് തന്നെയായിരുന്നു. കാരണം ഒരിക്കലും നീ ഭയപ്പെടുന്ന നിനക്ക് സംഭവിക്കുകയില്ല, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, ദൈവമേ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് സാക്ഷ്യമായിട്ട് കൊല്ലത്ത് ചെന്ന് പറയണമെന്നാണ് ഞാൻ അന്ന് തീരുമാനിച്ചത്. എങ്കിലും എനിക്കത് നടന്നില്ല. എങ്കിലും ഞാൻ ഇത് സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ദൈവം അന്ന് തന്നെ റിസൾട്ട് വന്നു. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുപോലെ ഞാനത് TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. അതിനുശേഷം വീണ്ടും പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഞാൻ 8 മണിക്ക് പവർ വിഷനിൽ പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കുമായിരുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം എൻ്റെ കുഞ്ഞിന് ഫുൾ A+ കിട്ടണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അന്നും ഞാൻ ഇതുപോലെ തന്നെ റിസൾട്ട് അറിയുന്ന അന്ന് രാവിലെയും മെസ്സേജ് കേട്ടു. അതെന്ന് എനിക്കന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതെനിക്കുള്ള ദൂത് അന്നും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ അന്ന് ഇതുപോലെ തീരുമാനിച്ചു. പക്ഷേ അന്ന് കൊച്ചിൻ്റെ റിസൾട്ട് വന്നു. എല്ലാത്തിനും ഫുൾ A1 ആയിട്ട് തന്നെ കിട്ടി. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സഭാപ്രസംഗിയുടെ പുസ്തകം ഇങ്ങനെ വായിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒത്തിരി കാര്യങ്ങൾ സഭാപ്രസംഗി പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം 12-ന്റെ 13-ാമത്തെ വാക്യത്തിൽ വന്ന് പറയുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. സഭാപ്രസംഗം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം വന്ന് പറയുകയാണ്, എല്ലാത്തിനും സാരം നിങ്ങൾ കേൾക്കണം. ഒന്നാ വേണ്ടത്, ദൈവത്തെ ഭയപ്പെടണം. 2, അവൻ്റെ സകല വചനങ്ങളും പ്രമാണിക്കണം. അതാ മനുഷ്യന് വേണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവവചനത്തിൽ അവർ അടിസ്ഥാനപ്പെടണം. ദൈവവചനത്തിൽ പണിയപ്പെടുന്ന കുടുംബം അത് വെയിലത്ത് വാടിപ്പോകുന്നതല്ല, അത് കാറ്റത്ത് നശിച്ചു പോകുന്നതല്ല. ദൈവവചനത്തിൽ ആരെങ്കിലും അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉറപ്പ് പറയുക, കാരണം അവർ ആ അറിവിൽ ഉറച്ചു നിൽക്കും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒന്ന് വിശ്വസിക്കാവോ? ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയും തോറുമാണ് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നാം ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയേ, യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോവുകയാണ്. അക്കരയ്ക്ക് പോകുന്ന സമയത്ത് അലലിയ കാറ്റും കടലും അവർക്ക് പ്രതികൂലമായി. അവരെല്ലാം നശിക്കുമെന്ന് പറഞ്ഞാലും യേശുവിന് ആ പ്രതികൂലം തൊട്ടില്ല. കാരണം യേശുവിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ഭയങ്കര ഉറപ്പാണ്. കാരണം യേശു ഈ ഭൂമിയിൽ വന്നത് കാൽവരി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടിയാണ്. ആ നിലയിൽ താൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ബാക്കി ഒന്നിലും താൻ തകരത്തില്ലെന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണ്. ഇതേപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി തീരുന്നതുവരെയും നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതികൂലത്തിനും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, ഒരു പ്രശ്നത്തിനും നിങ്ങളെ ഇളക്കുവാൻ കഴിയത്തില്ല. വചനം അറിയുന്നവനാണ് ഉറച്ചു നിൽക്കുന്നത്, വചനം അറിയുന്നവനാണ് ദൈവത്തിന് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കടന്നുകൊള്ളാട്ടെ. സിസ്റ്റർ തന്നെ പറയിച്ചാൽ മതി. ഈ കുഞ്ഞിനെ ഞാൻ ആദ്യം കാണുമ്പം ഈ കുഞ്ഞൊന്നും മിണ്ടത്തില്ലായിരുന്നു, ഇതേപോലെ വന്ന് നിൽക്കത്തില്ലായിരുന്നു. എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇവിടെ മുഴുവൻ ഇളക്കി മറിക്കുമായിരുന്നു ഈ കുഞ്ഞ്. ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ കൈ പിടിച്ചിവിടെ വരാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. പറഞ്ഞാട്ടെ സിസ്റ്റർ. ഓട്ടിസം ആയിരുന്നു, പറഞ്ഞോ. ഐ കോണ്ടാക്ട് ഇല്ലായിരുന്നു, അറ്റൻഷൻ ഇല്ലായിരുന്നു, ശ്രദ്ധ ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര സ്റ്റീരിയോടൈപ്പിക് മൊമെന്റ്സുകളും ഹൈപ്പർ ആക്റ്റീവും ആയിരുന്നു അവള്. ഇപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവളിപ്പോൾ എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാത്ത കുഞ്ഞായിരുന്നു, ഇപ്പൊ എല്ലാം സംസാരിക്കുന്നുണ്ട്. പാട്ട് പാടും. പിന്നെ അവൾക്ക് നല്ല അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്.
ഇപ്പം കുഞ്ഞിന് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഐ കോണ്ടാക്ട് ഉണ്ട്. പറഞ്ഞാട്ടെ സിസ്റ്റർ. ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന് വലിയ ഒരു വിടുതലായി കുഞ്ഞിന് കഥാവ് കൊടുത്തത്. ആദ്യം ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി എനിക്ക് തന്നെ പേടിയായിരുന്നു. കാരണം ഇവിടെ വന്ന് ഈ സൗണ്ട് സിസ്റ്റം എടുത്ത് മറിച്ച് കളയുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അന്ന് ആ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ കർത്താവ് ഈ കൊച്ചിനെ തൊട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ TV എപ്പിസോഡുകളെ സഹായിക്കാൻ ഇവരുടെ വിഷയത്തിനകത്ത് മറുപടി വന്നാൽ TV എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ ഫാദറിൻ്റെ ബിസിനസ് മുടങ്ങിക്കിടന്നതാണ്. ജപ്തിയുടെ വക്കിൽ നിന്ന് ബിസിനസ് വീണ്ടും ആരംഭിച്ചു. ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നവർ. മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന് കുറവുണ്ട്. ഇത് സാധാരണ സാക്ഷ്യമല്ല. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, രോഗത്തിലായിക്കോട്ടെ, പ്രതികൂലത്തിലായിക്കോട്ടെ, നിങ്ങൾ ഈ വചനം അതേപോലെ വിശ്വസിച്ചുകൊണ്ട് അത് വാ കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ വചനത്തിനകത്ത് വലിയ ശക്തിയുണ്ട്. കാരണം 119 സങ്കീർത്തനം അതിൻ്റെ 50 വാക്യം പറയുന്നു, നിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസവുമാകുന്നു. വചനം ആണ് നമ്മെ ജീവിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കാരണം എബ്രായ ലേഖനം 4:12 പറയുക, വചനം ജീവനും ചൈതന്യമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6:60 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എങ്കിൽ ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ഇന്ന് വിശ്വസിക്കാമെങ്കിൽ വീണ്ടും അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ തളർന്നു പോകേണ്ടവരല്ല, നിങ്ങൾ ജീവനോടിരുന്ന് അവൻ്റെ നാമത്തെ വർണ്ണിക്കേണ്ടവരാ. സാക്ഷ്യങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. എന്താ സിസ്റ്റർ സംഭവിച്ചത്? എൻ്റെ മകന് കുഞ്ഞില്ലായിരിക്കുമായിരുന്നു. 3.5 വർഷത്തോളം മക്കളില്ലാതെ ഭാരപ്പെട്ടു. ഇവിടെ വന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ മകനൊരു കുഞ്ഞിനെ ദാനം കൊടുത്തു. വിശ്വസിക്കുന്നവർ അക്കാരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഇത് സാധാരണ സാക്ഷ്യമല്ല. അനേക ആൾക്കാർ തലമുറയില്ലാതെ കരയുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു അസാധ്യം ഈ മകൾക്ക് വേണ്ടി നടന്നു. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ടെ. ആണാണോ പെണ്ണാണോ? ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. കർത്താവേ, ഈ സാക്ഷ്യം പറയാൻ ഈ മകളെടുത്ത തീരുമാനം അത് സാധാരണ ഒന്നല്ല. ഈ മകളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വീണ്ടും വിടുതലുകൾ വർദ്ധിക്കാൻ പോകുക. ആമേൻ, ആമേൻ. ദൈവനാമത്തിനെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനൊരു 2 മാസക്കാലമായുള്ളൂ TV-യിൽ രാവിലത്തെ കാണാനായിട്ട് തുടങ്ങിയിട്ട്. എനിക്ക് പാസ്റ്ററിനെ നേരിട്ട് കാണാനായിട്ട് പോലും ഞാൻ വിചാരിച്ചതല്ല. കാരണം എങ്ങനെ കാണാനാണ്? എന്നാൽ ഈ അടൂരിലെ മീറ്റിംഗ് ഉണ്ടെന്ന് ഇങ്ങനെ TV ന്യൂസിൽ വന്നു. എന്നാൽ എനിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ 2-3 ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പറയുവാണെങ്കിൽ മോശപ്പോൾ ഞാൻ പരീക്ഷിക്കുമല്ല ദൈവത്തെ. എന്നാൽ എൻ്റെ പേര് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കും. സിസ്റ്ററിന്റെ പേര് പറയുമെങ്കിൽ തീർച്ചയായും മീറ്റിംഗ് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ വീണ്ടും ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ലേലും വേണ്ടിയില്ല, എൻ്റെ കുടുംബത്തിലുള്ള ആരുടെയും പേര് പറയണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ജിജോ എന്ന ഒരു പേര് എടുത്തു പറഞ്ഞു. അത് എൻ്റെ മകൻ്റെ പേരാണ്, ജിജോ എന്ന് പറയുന്നത്. കർത്താവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഈ സഹോദരി പ്രാർത്ഥന വിഷയമായി വെച്ചത് ഈ മീറ്റിങ്ങിന് വരുന്നത് ദൈവഹിതമാണെങ്കിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും പേര് പറയണം എന്ന് പറയുമ്പോൾ തന്നെ ജിജോ എന്ന്. കാരണം ഇതൊന്നും മുൻപേ പ്ലാൻ ചെയ്തേക്കുന്നതല്ല, അതാ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാനിത് ഈ പ്രോഗ്രാം 2 ആഴ്ചയ്ക്ക് മുമ്പേ റെക്കോർഡ് ചെയ്ത് വിടുന്നതാണ്. ഈ സഹോദരി പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മുൻ നിയമനം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ തൻ്റെ മകൻ്റെ പേര് അവിടെ വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ ഈ മകളൊരു ഭയങ്കര നിയോഗത്തോടെ അതിനകത്ത് നിൽക്കുന്നതെന്ന്? എങ്കിൽ ഇന്ന് ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വഴിത്തിരിവായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ബ്രേക്ക് ത്രൂവിൽ വിശ്വസിക്കുന്ന ആളാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ
തകർത്തുകൊണ്ടുള്ള മുന്നേറ്റമെന്നാണ് ബ്രേക്ക് ത്രൂവിൻ്റെ മീനിങ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറും. കാരണം യേശു നിങ്ങൾക്ക് മുമ്പായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഇപ്പോൾ രോഗികൾ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ചാട്ടെ. ഇപ്പോൾ ഒരു വഴി തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. വഴി ഇപ്പോൾ നിങ്ങൾക്ക് തുറക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴി, അത്ഭുത വിടുതലുകൾ ഈ മക്കളുടെ മേളിലേക്ക് ഇപ്പോൾ അങ്ങ് റിലീസ് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അങ്ങയുടെ കരുതലും അങ്ങയുടെ കരവും ഈ മക്കളുടെ മേളിലേക്ക് ഇപ്പോൾ റിലീസ് ചെയ്യണം. യേശു അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വിടുതലിപ്പോൾ പകരുന്നതിനായി സ്തോത്രം. ഒരു വിടുതലിപ്പോൾ പകരുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ മഞ്ജു എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. മഞ്ജുവിന് വേണ്ടി കുടുംബത്തിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ മുഴുവൻ മാറ്റി നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹത്തിലേക്ക് വരികയാണ്. അതേപോലെ ഹല്ലേലൂയ ഈ സമയത്ത് തന്നെ സരിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകളായി ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ ഇപ്പോൾ ആ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. കർത്താവേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ നിൽക്കുന്ന മല മാറുന്നത് പോലെ ഇന്ന് തടസ്സങ്ങൾ, ബിസിനസ് ചെയ്യുന്നവർ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറി വലിയ വാതിലുകൾ, വലുതും വിശാലവുമായ വാതിലുകൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ഇപ്പോൾ താക്കോലുകളുടെ കൈമാറ്റം ചിലവരുടെ മേളിൽ കൈമാറുകയാണ്. നിങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഈ സമയത്ത് ഒരു കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നു. പണി തീരാത്ത എന്തെല്ലാം ചെയ്താലും ആ വീട്ടിൻ്റെ പണി തീരുന്നില്ല. ആ തടസ്സം ഇപ്പോൾ മാറുന്നതായി എനിക്ക് കാണാം. വിശ്വസിക്കാമെങ്കിൽ കഴിഞ്ഞ 3.5 വർഷമായി നിങ്ങൾ ആ വീടിൻ്റെ പണിയിൽ വല്ലാതെ ഭാരപ്പെടുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ വഴി തുറന്നു കഴിഞ്ഞു. കർത്താവേ, ഈ സമയത്ത് തന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തിനായി നന്ദി. കർത്താവേ, ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ ഷാരുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഭാവിയുടെ വഴികൾ കർത്താവ് തുറക്കുകയാണ്. കർത്താവേ, ചെറിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത മാർഗം ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ സക്രിയാസ് എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. സക്രിയാസ്, നിങ്ങളുടെ പേരുള്ള വസ്തുവിൻ്റെ വഴക്കുകളും പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ മോനി എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. മോനിക്ക് വേണ്ടി അത്ഭുത വിടുതൽ കർത്താവ് അയക്കുകയാണ്. നിങ്ങളുടെ ജോലിയുടെ മാർഗം കർത്താവ് തുറക്കുന്നു. കർത്താവെ, ഈ സമയത്ത് വല്ലാതെ തലവേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കാണുന്നു. ആ വ്യക്തി ഗുളിക കഴിച്ചിട്ടും തലവേദന കുറവില്ല. ഇപ്പോൾ വല്ലാത്ത ഭയമാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നതായി ഞാൻ കാണുന്നു. കർത്താവെ, ദാരിദ്ര്യത്തിൽ കടബാധ്യതയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതിനായി നന്ദി. ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുന്നത് പോലെ ചെവി വേദനയായി കേൾക്കുന്ന ഒരു വ്യക്തി എന്നെ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ. ആസ്മ സൗഖ്യമാകുകയാണ്. സ്കിൻ ഡിസീസുകൾ, അലർജികൾ സൗഖ്യമാകുകയാണ്. വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓപ്പണായി കഴിഞ്ഞു. കർത്താവെ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയതിനായി നന്ദി. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വിടുതലുകൾ സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി. അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി. കർത്താവെ, ഈ സമയത്ത് തന്നെ വിമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ സരോജത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരെയും സാമ്പത്തികത്തിൻ്റെ വിഷയത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് മാനിക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ബെനിതയ്ക്ക് വേണ്ടി, ബെനിത നിങ്ങളെ വീട്ടിൽ വിളിക്കുന്നത് മിനി എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി കർത്താവ് തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും എൻ്റെ കൂടെ ചോർന്ന് പ്രാർത്ഥിച്ച ഓരോ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് വിടുതലുടെ സമയമാകലാണ്. ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമായി. അടിപ്പിണരാലുള്ള സൗഖ്യം ഇവരുടെ മേളിലേക്ക് അങ്ങ് റിലീസ് ചെയ്തു. ചിലവരെ ഇപ്പോൾ ദൈവശക്തി വന്ന് തൊടുന്നത് എനിക്ക് കാണാം. കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. ഈ കാണുന്ന നമ്പറുകൾ, പ്രത്യേകിച്ച് 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് ഉറപ്പിക്കുന്നു. 65 നേരിട്ട് വിളിച്ചിട്ട് എന്നെ ലഭ്യമല്ലെങ്കിൽ 811 നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നു. അതേപോലെ ഈ മെസ്സേജുകളോ അത്ഭുത സാക്ഷ്യങ്ങളും ലൈവ് നമ്മുടെ മീറ്റിങ്ങുകളിൽ നടക്കുന്ന ലൈവ് മെസ്സേജുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ വെബ്സൈറ്റ്, കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. അതേപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൃപാവിഷൻ എന്ന
ആ ഓൺലൈൻ ചാനലിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ ഞാൻ പ്രത്യേകമായി അറിയിക്കുക, ഈ എപ്പിസോഡുകൾ നിങ്ങളും ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് കരം നീട്ടുവാൻ തയ്യാറാകണം. കാരണം ഞാനൊരു കാര്യം വ്യക്തമായി ഓർപ്പിച്ചോട്ടെ, ഈ എപ്പിസോഡുകൾ കണ്ടിന്യൂ ആയി 10 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് അതേപോലെ വിടുതലുകൾ തുറന്നിട്ടുണ്ട്, അതേപോലെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അവൻ കടക്കാരനല്ലെന്നുള്ളതും അവൻ തെളിയിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ലോകത്തിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തെങ്കിൽ 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞവൻ. ഞാൻ വെറും വാക്കല്ല, എനിക്ക് വേണ്ടിയല്ല, സുവിശേഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ നിറവ് നിങ്ങൾ കാണാൻ പോകുന്നു. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വലിയ മീറ്റിങ്ങുകൾ നടക്കുന്നു. എന്നെ കേൾക്കുന്നവരെ അവിടെ അത്ഭുത സാക്ഷ്യങ്ങളും അത്ഭുത വിടുതലുകൾ നടക്കുന്നു. നിങ്ങൾ എത്ര ദൂരത്തായാലും ഒരു മീറ്റിങ്ങിലും വന്ന് കാണാനായി ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അനേകർ ഈ ദിവസങ്ങളിൽ ഇത് അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നു, ഇങ്ങനെ മീറ്റിംഗ് ഞങ്ങൾ വൈകിപ്പോയതായി തോന്നുന്നു, നിങ്ങൾ കടന്നു വരണം. ഹല്ലേലൂയ. സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധനകളുണ്ട്. സിംഗപ്പൂരിലേക്ക് കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന സജു മാത്യു ബ്രദറിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.